അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെൽമെറ്റിൻ്റെ പുറകിൽ ഫ്ലിക്കറിംഗ് ലൈറ്റ് ഒക്കെ വെച്ചുകൊണ്ട് വന്നൊരു വീഡിയോ. അപ്പോൾ ഞാൻ അതിനകത്തൊരു മൊഡ്യൂളിനെ പരിചയപ്പെടുത്തി. നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ടോയ്ക്കകത്ത് നടക്കുന്ന മൊഡ്യൂൾ. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ എല്ലാവരെയും കാണത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു സെയിം മൊഡ്യൂൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇലക്ട്രോണിക് കമ്പോണൻസ് എന്ന് വെച്ച് നോക്കിയാലോ. നമുക്ക് LED ഫ്ലാഷ് ഉണ്ടാക്കിയെടുക്കാനുള്ള കമ്പോണൻസിനെ പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് BC 547 എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്റർ വേണം. അതുകൊണ്ട് തന്നെ 557 എന്ന് പറഞ്ഞൊരു PNP ട്രാൻസിസ്റ്റർ ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ട 47 മൈക്രോ ഫാരഡിന്റെ 25 വോൾട്ട് വരുന്നൊരു കപ്പാസിറ്ററാണ്. പിന്നെ നമുക്കൊരു 1 മെഗാ ക്വാർട്ടർ വാട്ട് റെസിസ്റ്ററോടെ വേണം. അവസാനമായിട്ട് ഇതുകൊണ്ട് ഒരു LED ബൾബ് വേണം. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ 547 എന്ന ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്നും 557 എന്ന ട്രാൻസിസ്റ്ററിന്റെ ബേസിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 557 ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിലോട്ട് നമുക്ക് ഈ റെസിസ്റ്റർ സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ റെസിസ്റ്ററിന്റെ അടുത്ത ലെഗ് BC 547 ട്രാൻസിസ്റ്ററിന്റെ ബേസിലോട്ട് കൊണ്ടുവന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കപ്പാസിറ്ററോട് 487 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിന്റെ ബേസിലോട്ട് കണക്ട് ചെയ്യാം. ഇനി കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ലെഗ് നമുക്ക് 557 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലോട്ടും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് LED കണക്ഷൻ കൊടുക്കാം. LED നെഗറ്റീവ് കണക്ഷൻ നമുക്ക് ഈ BC 547 എന്ന് പറഞ്ഞ കളക്ടറിന്റെ എമിറ്ററിലോട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് LED പോസിറ്റീവ് സൈഡ് 557 ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലോട്ടും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിനകത്ത് ബാറ്ററിയോട് കണക്ട് ചെയ്യാം. നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ലെഗ് തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നെഗറ്റീവ് ലെഗ് നമുക്ക് LED നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടായി കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇലക്ട്രോണിക്സിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തവരാകും നമുക്ക് ഈ ഒരു ഡയഗ്രോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എൻ്റെ KL3 Tech എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും.